ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെ എല്ലാവരെയും വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ്. അൽഹംദുലില്ലാ ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോക്കൊക്കെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. അതുപോലെ തന്നെ നമ്മളെ തുടർന്നുള്ള വീഡിയോസിനും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ ഇന്നലെ എന്നെ കണ്ടിട്ടില്ലല്ലേ? ഇന്നലെ എപ്പാക്ക് സുഖമില്ലേനി കേട്ടോ. അപ്പോൾ വീഡിയോ ഇടാനുള്ളൊരു മൂഡൊന്നും ഇല്ലേനി, അതുകൊണ്ടാണ് ഇന്നലെ വീഡിയോ ഇടാതെ തന്നത്. അപ്പോൾ ഇന്നലെ എടുത്ത വീഡിയോ ആണ് കേട്ടോ അത്. ഇപ്പോൾ എന്നും രാത്രി അങ്ങോട്ട് പോവലാണ് കേട്ടോ, ഉപ്പാൻ്റെ അടുത്തേക്ക് പോവലാണ്. അവിടെയാണ് കിടക്കൽ. രാത്രി കുട്ടികൾക്ക് ഫുഡൊക്കെ കൊടുത്തിട്ട് അങ്ങനെ പോവും. പിന്നെ രാവിലെ വന്ന് മക്കളെ സ്കൂൾക്കും മദ്രസക്കൊക്കെ പറഞ്ഞയക്കാൻ വേണ്ടിയിട്ട് നിൽക്കും. അങ്ങനെയൊക്കെയാണ് കേട്ടോ ഇപ്പോൾ പോവൽ. അപ്പോൾ അതാണ് ഇപ്പോൾ നിങ്ങളെ കമൻസിനൊന്നും റിപ്ലൈ കാര്യങ്ങളൊന്നും കിട്ടാത്തത്. ഇപ്പോൾ എന്താ വെച്ചാൽ അവിടെ റേഞ്ച് കുറവാണ് വീട്ടിൽ. നമ്മളെ വീട്ടിൽ ഇവിടെ വൈഫൈ ആണല്ലോ, അപ്പം റേഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എനിക്ക് സമയം ഉണ്ടാവുമ്പോൾ റേഞ്ച് ഉണ്ടാവില്ല. പിന്നെ അങ്ങനെ ഫോണൊന്നും അങ്ങനെ വല്ലാതെ യൂസ് ചെയ്യലൊന്നുമില്ല, നോക്കലൊന്നുമില്ല. അങ്ങനെ സുഖമില്ലാതെയൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് ആ ഒരു ചിന്തയല്ലല്ലോ അപ്പം ഉണ്ടാവുക. ചിലപ്പം സുഖമാവും, ചിലപ്പോൾ ചെറിയ കുറവുണ്ടാവും, ചിലപ്പം അതിന് വേണ്ടിയിട്ട് അസുഖം കൂടുതലാവും, ശ്വാസം മുട്ടൊക്കെ വരുമ്പോഴേ അപ്പോൾ നമുക്ക് ഒരു പൊറുതേടല്ലേ. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് കേട്ടോ ഇപ്പോൾ വീഡിയോ ഒന്നും അങ്ങനെ നിങ്ങൾ വിചാരിക്കുന്ന സമയത്തൊന്നും വരാത്തത്. നമ്മളിപ്പോൾ 2 മണിക്കാണല്ലോ വീഡിയോ അപ്ലോഡ് ചെയ്യൽ. ചിലപ്പോൾ ഇപ്പോൾ 2 മണിക്കൊന്നും വീഡിയോ വരലുമില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ ഇപ്പോൾ ഉപ്പാക്ക് കുഴപ്പമൊന്നുമില്ല, അപ്പോൾ നല്ല ആശ്വാസമുണ്ട്. അപ്പോൾ പിന്നെ ഫുഡൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി അങ്ങനെ നിന്നതാണ് കേട്ടോ. രാവിലെ ഇവിടെ വീട്ടിൽ വന്നിട്ട് വേഗം ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ ഈ റാഗി കൊണ്ടുള്ള സേമിയ ഉണ്ടല്ലോ, അതുകൊണ്ട് പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ പുട്ടുക്ക് നേന്ത്രപ്പഴം ഉണ്ടേനും, നേന്ത്രപ്പഴം പുഴുങ്ങിയെടുക്കും ചെയ്യാമെന്ന് കരുതി പഴമൊക്കെ കട്ട് ചെയ്തുകൊണ്ട് ആവി കയറ്റാൻ വെച്ചിട്ടുണ്ട്. പഴം പുഴുങ്ങുമ്പോൾ നമ്മൾ വെള്ളത്തിലിട്ട് പുഴുങ്ങരുത്, ആവിയിൽ പുഴുങ്ങണം. അപ്പോൾ അങ്ങനത്തെ പഴം നല്ല ടേസ്റ്റ് ആയിരിക്കും. ഈ വെള്ളം കുടിച്ച പഴം വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല, കുട്ടികൾക്കൊന്നും അത് ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ ഞാനിതേപോലെ ഇഡ്ഡലി ചെമ്പിൽ അങ്ങനെ ഇഡ്ഡലി തട്ട് വെച്ചാണ്ട് അതിൽ ഇഡ്ഡലി ചെമ്പിലുണ്ടാവുമല്ലോ ചെറിയ ഹോൾസ് ഉള്ള ഒരു പാത്രം, അതിൽ വെച്ചിട്ട് അങ്ങനെ ആവി കയറ്റി വേവിക്കലാട്ടോ. അപ്പോൾ അത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളെ റാഗി സേമിയ ഉണ്ടല്ലോ, അത് ഞാൻ കുറച്ച് നേരം ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റ് വെള്ളത്തിലിട്ട് വെച്ചാൽ മതി. ഉപ്പിട്ടാണ്ട് ആ വെള്ളത്തിലിട്ട് വെച്ചിട്ട് 5 മിനിറ്റ് കഴിഞ്ഞിട്ട് അതിന് ഊറ്റിയാണ്ട് വെള്ളം ചോരാൻ വേണ്ടിയിട്ട് ഒരു ഓട്ടപാത്രത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വെള്ളമൊക്കെ ചോർന്ന് വന്നപ്പോൾ തന്നെ ഇതാ നമ്മളെ പഴം വെന്തിട്ടുണ്ട് കേട്ടോ. പഴം ആവിയൊക്കെ കയറി വെന്തിട്ടുണ്ട്. പഴം നല്ലോണം പഴുത്തും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണല്ലോ, മക്കളൊക്കെ വീട്ടിലുണ്ടാനും പിന്നെ കറി ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒരു കഴിക്കൂല. അപ്പോൾ ഇന്ന് ഇങ്ങനത്തെ റാഗി സേമിയയും കൊണ്ട് പുട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ അതേപോലെ പഴമൊക്കെ പുഴുങ്ങി കൊടുത്താലും ഒരു കഴിച്ചോളും. പിന്നെ സ്കൂളൊന്നുമില്ലല്ലോ, അപ്പോൾ പഴമൊക്കെ പുഴുങ്ങി അത് ഒരു പാത്രത്തേക്ക് മാറ്റി കൊടുത്തു. പിന്നെ വേഗം പോയിട്ട് ഒരു തേങ്ങയൊക്കെ പൊളിച്ചുകൊണ്ടെന്ന്, തേങ്ങ ഇല്ലേനി, അങ്ങനെ തേങ്ങയൊക്കെ ചിരവി എടുത്തിട്ടുണ്ട്. ഇനി പുട്ട് ചുട്ടെടുക്കുകയാണ്. അപ്പോൾ ഇതാ നമ്മളെ റാഗി സേമിയത്തിൻ്റെ ആ മിക്സ് നമ്മൾ പുട്ട് ചുടുന്ന പോലെ തന്നെ തേങ്ങ ഇട്ട് കൊടുക്കുക, എന്നിട്ട് അത് ഇട്ട് കൊടുക്കുക, പിന്നെയും തേങ്ങ ഇട്ട് കൊടുക്കുക. നമ്മൾ സാധാ പുട്ട് ചുടുന്ന പോലെ തന്നെ കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഉപ്പ് വെള്ളത്തിലിട്ട് വെച്ച് പിന്നെ വെള്ളത്തിൽ നിന്ന് ഊറ്റി ആ വെള്ളം കളയാമല്ലോ, അപ്പോൾ ചിലപ്പോൾ ഉപ്പ് കുറവുണ്ടാവും. അപ്പം കുറച്ച് ഉപ്പ് ഇട്ടുകൊണ്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ ഈ റാഗി സേമിയൊക്കെ. ഇത് നമ്മളെ ഹോം ഷോപ്പിലത്തെ പ്രൊഡക്റ്റുമാണ്. വീട്ടിൽ ഈ സംരംഭമായിട്ട് ഉണ്ടാക്കുന്ന അങ്ങനത്തെ പ്രൊഡക്റ്റാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് മായമൊന്നും ഉണ്ടാവില്ല. അങ്ങനെ പുട്ട് ആവി കയറ്റാൻ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ അവിടെ ഒരു മണി പ്ലാന്റ് ഉണ്ടല്ലോ നമ്മളെ കിച്ചണിൽ, അപ്പോൾ അതിൻ്റെ ഇലയൊക്കെ അവിടെ ഇവിടെയൊക്കെ ചിലതൊക്കെ മുഷിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനത് എടുത്തിടണമെന്ന് എപ്പോഴും വിചാരിക്കും. അതേപോലെ വരെ വെള്ളം മാറ്റി കൊടുത്തിട്ട് കുറേ ദിവസത്തേക്കാണ് കേട്ടോ. അപ്പോൾ ഓരോ വെള്ളമൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇത് ഞാൻ റിച്ച് മോൻ ഇങ്ങനെ ഒരു ദിവസം എടുക്കോ പോയപ്പോൾ അങ്ങനെ കണ്ടപ്പോൾ വാങ്ങിച്ചു കൊടുത്തേന് കേട്ടോ. 2 ഗപ്പി കുട്ടികളെ വാങ്ങിച്ചു കൊടുത്തതേന്. അപ്പോൾ അത് ഒരു പ്രസവിച്ച് കുറേ കുട്ടികളുണ്ടായിട്ടുണ്ട് കേട്ടോ. അവൻ്റെ മീൻകുളത്തിലുണ്ട്. അപ്പോൾ അതിന് 2 എണ്ണം എനിക്ക് ഇതിൽ കിട്ടുമോ ചോദിച്ചാണ്ട് അങ്ങനെ ഇതിൽ കൊണ്ടുവന്ന് ഇട്ടതേന് കേട്ടോ. അത് കുട്ടികളിങ്ങനെ ഓടിക്കളിക്കണത് കാണുമ്പോൾ നമുക്കൊരു രസമാണല്ലോ. ഓരോ കളറും അതേപോലെ നല്ല ഭംഗിയുള്ളൊരു കളറാണ്. അപ്പം വെള്ളമൊക്കെ മാറ്റി കൊടുത്താൽ നല്ല തെളിഞ്ഞ വെള്ളത്തിലിങ്ങനെ ഒരു ഓടിക്കളിക്കണത് കാണാൻ തന്നെ ഒരു ഭംഗിയാണ് കേട്ടോ. പിന്നെ അവർക്ക് തീറ്റയൊക്കെ ഇതിക്കാൻ ഇട്ട് കൊടുക്കലുണ്ട് ഇടയ്ക്കൊക്കെ. പിന്നെ കുറേ ദിവസമായിട്ടോ അവരതിലിട്ടിട്ട്, എന്താ അറിയില്ല, ഇവർ 2ആളും ഇനി സ്ത്രീകളാണോ 2ആളും പുരുഷന്മാരാണോ എന്താണെന്നറിയില്ല. റിച്ച് മോൻ്റെ കുളത്തിലുള്ളതൊക്കെ എളുപ്പം പ്രസവിച്ച് കുറേ കുട്ടികളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇവർക്ക് കുട്ടികളൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ, എന്താണെന്നറിയില്ല. അപ്പം ഇതാ മണി പ്ലാന്റൊക്കെ ഒന്ന് അതിൻ്റെ ഇലമ്മക്കൂടൊക്കെ ഞാൻ നമ്മളെ ഗ്യാസിൻ്റെ സ്റ്റൗവിൻ്റെ അടുത്താണല്ലോ ഇത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ചിലപ്പോൾ എണ്ണയൊക്കെ ഇത് നമുക്ക് തെറിച്ചിട്ട് എണ്ണമയൊക്കെ ഉണ്ടാവും കേട്ടോ അതിൻ്റെ ഇലമ്മലൊക്കെ. അപ്പോൾ ഇടയ്ക്കൊക്കെ ഞാനൊന്നിങ്ങനെ വൃത്തിയാക്കി കൊടുക്കും കഴുകിയിട്ട്. അപ്പോൾ നല്ലൊരു ഭംഗിയാണ് കാണാനും. പിന്നെ ഞാൻ വീട്ടിലുണ്ടാകുമ്പോൾ ജനലൊക്കെ തുറന്നിടും. പിന്നെ നമ്മൾ ജനലൊക്കെ അടക്കുമല്ലോ, അങ്ങനെ അടച്ചിട്ടൊക്കെ തോന്നുന്നുണ്ട്. ഇപ്പം വല്ലാതെ അങ്ങോട്ട് പച്ചപ്പും കാര്യങ്ങളൊന്നും ഇല്ല, ചെറുതായിട്ടൊരു പഴുത്ത പോലെയൊക്കെ കാണുന്നുണ്ട്. സൂര്യപ്രകാശം തട്ടായിട്ടാണ് തോന്നുന്നുണ്ട്. അങ്ങനെ ഓരോ വെള്ളമൊക്കെ മാറ്റി കൊടുത്ത് അങ്ങോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഓരോ സ്ഥാനത്തേക്ക് തന്നെ ഓല വെച്ചിട്ടുണ്ട്. പിന്നെ പോയിട്ട് വേഗം ഒരു വാഴൻ്റെ ഇല വെട്ടിക്കൊണ്ടുവന്നു. ഇത് പിന്നെ നമ്മളെ മുറ്റത്തുണ്ടായതുകൊണ്ട് ഇതിനൊരു പഞ്ഞമില്ല.
പുട്ട് ചുടുമ്പോഴേ വാഴൻ്റെലേക്ക് ഇങ്ങനെ കുത്തി കൊടുക്കുമ്പോൾ കാണുമ്പോൾ ഒരു രസമാണല്ലോ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ, അല്ലാതെ ഇപ്പോൾ ഒന്നും ഉണ്ടായിട്ടല്ല. അപ്പോൾ ഇതാ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടുണ്ട്. പിന്നെ ഞാനങ്ങനെ ഒരുപാട് ഫുഡൊന്നും ഉണ്ടാക്കലില്ല കേട്ടോ, വെറുതെ നമ്മൾ വേസ്റ്റ് ആക്കി കളയണ്ടല്ലോ, ആവശ്യത്തിനുള്ളത് മാത്രമേ ഉണ്ടാക്കലുള്ളൂ. പിന്നെ കളയാൻ വേണ്ടിയിട്ടൊന്നും ഉണ്ടാക്കില്ല. കുട്ടികളാണെങ്കിലോ അധികം അങ്ങനെ കഴിക്കൊന്നുമില്ല, അവർക്കൊക്കെ കുറേശ്ശെ മതിയല്ലോ. അങ്ങനെ 2 കുറ്റി പുട്ട് ചുട്ടെടുത്തിട്ടുണ്ട്. ഇത് ഞങ്ങൾക്ക് പാകമാണ് കേട്ടോ. ചിലപ്പോൾ ഇതിന്ന് തന്നെ ഒരു കഷ്ണം ബാക്കിയേക്കാരം. അപ്പം പിന്നെ പഴം ഉണ്ടല്ലോ, അപ്പോൾ പഴമൊക്കെ കൂട്ടി കഴിക്കുമ്പോൾ വയറൊക്കെ ഫില്ലാവും. പിന്നെ ഞാൻ ചായക്കുള്ള വെള്ളം വെക്കാമെന്ന് കരുതി. പുട്ടായിട്ടുണ്ട്, പിന്നെ പഴം പുഴുങ്ങിയിട്ടുണ്ടല്ലോ. അപ്പോൾ തന്നെയാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റും. പിന്നെ വേഗം ചായക്കുള്ള വെള്ളം വെക്കട്ടെ. പിന്നെ ഇന്ന് കുറേ തുണികളുണ്ട് കേട്ടോ അലക്കാൻ. അപ്പം ഇന്ന് ഞാൻ പുഴയ്ക്ക് പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ചായക്ക് കുടിച്ചിട്ട് വേഗം പുഴയ്ക്ക് പോകാമെന്ന് വിചാരിച്ചു. പിന്നെന്താ, പിന്നെ നമ്മളെ വിന്നർക്കുള്ള ഗിഫ്റ്റ് അയച്ചു കൊടുത്തിട്ടില്ല. നമുക്ക് പുതിയ പാത്രങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇൻഷാല്ലാ അതിൻ്റെ വീഡിയോ ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടില്ല. വീഡിയോ ചെയ്തിട്ട് ഒരു 2-3 വീഡിയോ ചെയ്ത് കൊടുക്കണം. അത് കഴിഞ്ഞതിന് ശേഷമേ നമുക്ക് ആ പാത്രം വേറെ കൊടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ഒരു ചോദിക്കും, ഓരോ പ്രൊഡക്റ്റിൻ്റെ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ നമുക്ക് അയച്ചു തരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ. എന്തായാലും ഒരു 3-4 ദിവസത്തിൻ്റെ ഉള്ളിലൊക്കെ ആയിട്ട് ഞാൻ അയച്ചു തരുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മളെ പുട്ടും പഴമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാനിതാ പുട്ടൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ വാഴൻ്റെലിയിൽ അല്ലെങ്കിലും പുട്ടാണെങ്കിലും എന്ത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയാണെങ്കിലും വാഴൻ്റെലിയിൽ കാണുമ്പോൾ ഒരു രസമാണ് അല്ലേ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ തന്നെ ചോറും വെക്കലുണ്ട്. ഇന്നിപ്പോൾ ഞാൻ ചോറ് അടുപ്പത്ത് ഇട്ടിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ കുറച്ച് തുണികളുണ്ട് അലക്കാനെന്ന്. അപ്പോൾ ഇനി അലക്കാൻ പോകണം. അപ്പോൾ ഇനി അതൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ചോറും കൂട്ടാനൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. രാവിലെ തന്നെ ആകുമ്പോൾ രാവിലെ നമുക്ക് നല്ലൊരു എനർജി ആണല്ലോ. ആ ഒരു എനർജി തന്നെയാണ് അലക്കൽ കഴിഞ്ഞാൽ ഒരുപാട് ജോലികൾ തീർന്ന പോലെയാണ്. പിന്നെ ചില കൂട്ടുകാരൊക്കെ എന്നോട് പറയലുണ്ട്, നിങ്ങൾക്കൊരു വാഷിംഗ് മെഷീൻ വാങ്ങിക്കൂടെ. വാഷിംഗ് മെഷീൻ ഇൻഷാല്ലാ വാങ്ങണം കേട്ടോ. വാങ്ങണം എന്ന് എപ്പോഴും വിചാരിക്കും. അതിനും പോകാനൊന്നും സമയം കിട്ടിയിട്ടില്ല. പിന്നെ എന്തിനു പോകണമെങ്കിലും നമ്മൾ തന്നെ പോവണ്ടേ, അതാണ് ഒന്നാമത്. അപ്പോൾ ഇതാ ഇനി പുട്ടും പഴമൊക്കെ കൂട്ടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനൊരു കഷ്ണം പുട്ട് എടുത്തിട്ടുണ്ട്, 2-3 കഷ്ണം പഴം എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല പഴുത്ത നല്ല മധുരമുള്ള പഴമാണ് കേട്ടോ. അത് ഷുഗറൊക്കെ ഉണ്ട്, എന്നാലും എപ്പോഴൊന്നും ഇല്ലല്ലോ, എപ്പോഴേലൊക്കെ പഴമൊക്കെ കഴിക്കല്ലേ. എനിക്കിങ്ങനത്തെ റാഗി സേമിയയും അതേപോലെ ക്യാരറ്റ് സേമിയൊക്കെ വെച്ചിട്ട് പുട്ടുണ്ടാക്കുമ്പോഴേ അതിക്ക് മൈസൂർ പഴം ഇഷ്ടമല്ല കേട്ടോ. മൈസൂർ പഴം പറഞ്ഞാൽ ചെറുപഴം, നമ്മൾ മൈസൂർ പഴം എന്നാണ് ഇവിടെയൊക്കെ പറയാറ്. ഇതേപോലെ നേന്ത്രപ്പഴം പുഴുങ്ങിയതും ഇതും ഇങ്ങനത്തെ പുട്ടും കുഴച്ച് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ്. എനിക്ക് അങ്ങനെയാണ് കേട്ടോ ഇഷ്ടം. അതേപോലെ മുട്ട പുഴുങ്ങിയതൊക്കെ ഉണ്ടെങ്കിൽ അതും ഇതേപോലെ പൊട്ടിച്ചിട്ട് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കഴിക്കണതൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ എന്തായാലും ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഇനിയിപ്പോൾ മക്കൾ മദ്രസൊക്കെ വിട്ട് വരട്ടെ, എന്നിട്ട് അവർക്ക് കൊടുക്കാമെന്ന് കരുതി. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. പിന്നെ പാത്രങ്ങളൊന്നും അധികമല്ല കഴുകാൻ, കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കഴുകാൻ. മക്കളൊന്നും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ലല്ലോ, അതുകൊണ്ട് കുറച്ചുള്ളൂ. അങ്ങനെ വേഗം ആ പാത്രങ്ങളൊക്കെ കഴുകിയെടുത്ത് വെച്ചിട്ട് പിന്നെ ഞാൻ അലക്കാനുള്ള തുണികളൊക്കെ ബക്കറ്റിലാക്കി പുഴയ്ക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ രാത്രി ഇവിടെയൊക്കെ മഴ പെയ്തിട്ടുണ്ട് കേട്ടോ. ഇന്നലെ വൈകുന്നേരമൊക്കെ മഴ പെയ്തിനി. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചിനി ചിലപ്പം വെള്ളം നല്ല കലക്കാവുമെന്ന് വിചാരിച്ചിനി. മറ്റേത് നിങ്ങൾ കണ്ടിട്ടില്ലേ, നല്ല തെളിഞ്ഞ വെള്ളമല്ലേ പുഴയിൽ ഉണ്ടാവല്. ഇന്ന് ചെറിയൊരു നിറ വ്യത്യാസം ഉണ്ട് കേട്ടോ. അത് മലക്ക് മഴ പെയ്തിട്ടാവും, വലിയ കുഴപ്പമില്ല. എന്നാലും തെളിഞ്ഞിങ്ങനെ മുറി പോലത്തെ വെള്ളമായി നിൽക്കൂലേ, അങ്ങനെ ഇല്ല കേട്ടോ. ഒന്ന് ചെറുതായിട്ടൊരു കളർ വ്യത്യാസമുണ്ട്. പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. ഒന്ന് എൻ്റെ കൂടെ മഞ്ജുമോൾ ഉണ്ടായിനും, ഞാനിങ്ങനെ ഇറങ്ങണതൊക്കെ വീഡിയോ എടുത്തു. പിന്നെ അലക്കണമൊന്നും വീഡിയോ എടുത്തിട്ടില്ല. ഓൾക്കും നല്ല സുഖമല്ല, പനിയൊക്കെയാണ്. അപ്പോൾ എനിക്ക് കൂട്ടിന് വന്നതാണ്. അപ്പം ഇനി ഇവിടുന്ന് പോയിട്ട് വേണം കുക്കിങ്ങൊക്കെ ചെയ്യാനും. അതേപോലെ മക്കളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. അപ്പോൾ ഹോസ്പിറ്റലിലേക്ക് ചിഞ്ചുമോൾ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. ഓൾ കൊണ്ടുപോയിട്ടുണ്ട്. ഐഫക്കുട്ടിക്കും പനിയാണ്, മഞ്ജുമോൾക്കും പനിയാണ്. മഞ്ജുമോൾ സ്കൂളിൽ നിന്ന് ടൂർ പോയിനി. അപ്പം വെള്ളമൊക്കെ മാറിയിട്ട് എന്താണെന്ന് അറിയില്ല. അങ്ങനെ ചിഞ്ചുമോൾ പിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കണതുകൊണ്ടേ അതൊന്നും അങ്ങനെ വല്ലാതെ എനിക്ക് നോക്കണ്ട. ഓൾ കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ ഫുഡ് ഉണ്ടാക്കാനും നിന്ന്. അപ്പോൾ ആദ്യം ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് വേഗം. ഇപ്പോൾ പിന്നെ അടുപ്പ് കത്തിക്കാൻ പോവാത്തതുകൊണ്ട് എളുപ്പമാവും ഗ്യാസ്മേലാവുമ്പം. പിന്നെ നമ്മളെ തൊടിയിലൊരു കുമ്പളം കണ്ടേനി, ചെറിയൊരു കുമ്പളം കണ്ടേനി. അപ്പോൾ അത് ഞാൻ മുറിച്ചിട്ട് ഇന്നലെ അടുത്ത വീട്ടിലുള്ളവർക്കൊക്കെ കൊടുത്തിട്ടുണ്ടായിന് കേട്ടോ. അതിൻ്റെ മുന്നേ വലിയൊരു കുമ്പളം കണ്ടേനി, അത് കട്ട് ചെയ്താണ്ട് നാത്തൂനും ഇളച്ചിക്കൊക്കെ ഓർക്കും കൊടുത്തു, വീട്ടിൽക്കും ഓർക്കൊക്കെ കൊടുത്തിട്ടുണ്ടായിന്. അത് വലിയ കുമ്പളം കഴിഞ്ഞു. ഇത് പിന്നെ അത്ര വലിപ്പമല്ല കേട്ടോ. അപ്പോൾ അത് കട്ട് ചെയ്ത് ഓർക്ക് കൊടുത്തപ്പോൾ ഞാനൊരു കഷ്ണം എടുത്ത് വെച്ചിനി. അപ്പോൾ ഇതുകൊണ്ടൊന്ന് മോരുകറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ മക്കൾ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടല്ലോ, ഒരു വരുമ്പം ചിക്കനും വാങ്ങിച്ച് വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ചോറിനുള്ള കൂട്ടാൻ ഇതാണ് കേട്ടോ. കുമ്പളം കൊണ്ടുള്ള മോരുകറി, ചിക്കൻ ഫ്രൈ ചെയ്തതുമാണ്. പിന്നെ ഉമ്മാനോട് ഞാൻ കറിയൊന്നും ഉണ്ടാക്കണ്ട, ഞാൻ ചിലപ്പോൾ കൊടുത്തയക്കലാണ് ഉമ്മാക്ക്. ഉപ്പാൻ്റെ അടുത്ത് ഒരാൾ വേണം. ഉപ്പാക്ക് ഇപ്പോൾ ഭയങ്കര പേടിയും ബേജാറൊക്കെയാണ്. അപ്പോൾ നിങ്ങൾ ഉപ്പാൻ്റെ അടുത്ത് ഇരുന്നോളി എന്ന് പറയലാണ് കേട്ടോ. ചിലപ്പോൾ ചോറും വെക്കും, കൂട്ടാനൊക്കെ ഞങ്ങൾ ആരെയിലൊക്കെ കൊണ്ടുപോകും. ഇപ്പോൾ ഞാനോ അല്ലെങ്കിൽ നാത്തൂനും ഒക്കെ കൊണ്ടുപോകലുണ്ട്. അപ്പോൾ കുമ്പളങ്ങയൊക്കെ വേഗം ഞാൻ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി വേഗം
ഇതിങ്ങനെ ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് മോര് പാർന്നല്ല കേട്ടോ നമ്മൾ ഈ കറി ഉണ്ടാക്കുന്നത്, പിന്നെ പുളിവെള്ളം ഒഴിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു 2 പച്ചമുളകും കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക, ഉപ്പും ഇട്ട് കൊടുക്കുക, പിന്നെ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക. കുക്കറിലാണെങ്കിലും അങ്ങനെ വേവിച്ചെടുത്താലും മതി. ഞാൻ ഇപ്പോൾ ഈ ഒരു ചട്ടിയിലിട്ടിട്ട് തന്നെയാണ് കേട്ടോ ഇത് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതാ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ചോറിനെ ഞാൻ അപ്പുറത്തെ അടുപ്പത്തേക്ക് മാറ്റി, ചോറിന് വെള്ളം വെച്ചിട്ടുള്ളൂ, അരിയൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ അപ്പുറത്തെ അടുപ്പിൽ കറി ആക്കിയിട്ടുണ്ട്. അപ്പം ഇനി അതവിടെ കടന്നിട്ട് വേവട്ടെ. അപ്പോൾ വേഗം ചോറിനുള്ള അരി ഇട്ട് കൊടുക്കാമെന്ന് കരുതി. വെള്ളമൊക്കെ ഇങ്ങനെ ആ സൗണ്ട് ഉണ്ടാക്കൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അരിയൊക്കെ എടുത്തുകൊണ്ടൊന്ന് വേഗം അരിയൊക്കെ കഴുകി അരി ഇട്ട് കൊടുക്കട്ടെ. ഇപ്പോൾ വിറകടുപ്പ് കത്തിക്കാൻ വല്ലാതെ പോവലില്ല. അപ്പോൾ ഇങ്ങനെ അർജൻറ്റായിട്ടാണ്, ഒന്നാമത് അതാണ് കേട്ടോ. എപ്പോഴാണ് നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടി വരികയെന്ന് അറിയില്ല. ഞങ്ങളെല്ലാ സാധനങ്ങളും എടുത്ത് വെച്ച് നിൽക്കലാട്ടോ. ഇപ്പം ഉപ്പാക്ക് ഇന്നലെ സുഖമില്ലായിട്ട് ഇന്നലെ രാത്രി തന്നെ ഞങ്ങൾ പോകേണ്ടി വരുമെന്ന് വിചാരിച്ചു. പിന്നെ രാവിലെയൊക്കെ ആയപ്പോൾ ഉപ്പാക്ക് സുഖമായി. അപ്പോൾ പറഞ്ഞ് ഇപ്പോൾ എനിക്ക് കുറവുണ്ട്, ഇപ്പോൾ പോകണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ എന്തേലും കൂടുതലായിട്ട് തോന്നുകയാണെങ്കിൽ അപ്പോൾ പോകണമെന്ന് വിചാരിച്ച് അങ്ങനെ റെഡി ആയി നിൽക്കലാണ്. അപ്പോൾ ഇന്ന് ഞാൻ ഇപ്പാക്ക് ബീഫ് ബിരിയാണി ഉണ്ടാക്കി കൊടുക്കണമെന്ന് വിചാരിച്ചു. ഇന്നലെ ഞാൻ ഉപ്പാനോട് ചോദിച്ചും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, അപ്പോൾ നിങ്ങൾക്ക് ബിരിയാണി കഴിക്കാൻ പൂതിയുണ്ടോയെന്ന്. അപ്പം എന്നോട് പറഞ്ഞിനി ഉണ്ടാക്കി കഴിക്കാമെന്ന് പറഞ്ഞിനി. അപ്പോൾ ഇന്ന് അങ്ങനെ ഉണ്ടാക്കി കൊടുക്കണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞല്ലോ, രാത്രി ഉറങ്ങിയിട്ടില്ല, ഈ ശ്വാസം മുട്ടും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് വല്ലാതെ ഫുഡ് കഴിക്കലൊന്നും ഉണ്ടാവില്ല. അപ്പോൾ കഞ്ഞിയൊക്കെ കുടിക്കുള്ളൂ അങ്ങനെ അസുഖം കൂടുമ്പോൾ. അപ്പോൾ ഇനി അസുഖമൊക്കെ ഭേദമായിട്ട് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. എന്നാവുമ്പോൾ മക്കളും ഉണ്ട് വീട്ടിൽ, ഞായറാഴ്ചയല്ലേ, അപ്പോൾ എല്ലാവരും ഉണ്ടാവും ചെയ്യും. അങ്ങനെയൊക്കെ വിചാരിച്ചിനി, പക്ഷേ വിചാരിച്ച പോലെ ഒന്നും നടന്നില്ല. അപ്പോൾ അങ്ങനെ ശ്വാസം മുട്ടൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ഓക്സിജൻ വെച്ച് കൊടുക്കലാട്ടോ. എന്നാലും പിന്നെ രാത്രിയിൽ ഞങ്ങൾ ഓക്സിജനൊക്കെ വെച്ച് കൊടുത്തു. അപ്പോൾ പാലിയേറ്റീവ് നിന്ന് ഓക്സിജനൊക്കെ നമ്മളെ വീട്ടിൽ തന്നെ സെറ്റ് ചെയ്തതുകൊണ്ടേ സുഖമാണ്. അങ്ങനെ എന്തെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഹോസ്പിറ്റലിലേക്ക് കൊണ്ട് ഓടേണ്ട ആവശ്യമില്ല, അപ്പോൾ തന്നെ നമുക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ ഇപ്പോഴത്തെ ഓരോ ദിവസങ്ങളും കടന്നു പോണത്. അപ്പോൾ എന്തായാലും എല്ലാവരും ദുആയിലൊക്കെ ഉൾപ്പെടുത്തുക. ഞാൻ നിങ്ങളെയും എൻ്റെ ദുആയിൽ എല്ലാവരും ഉൾപ്പെടുത്താറുണ്ട്. അതേപോലെ നിങ്ങളെ ദുആയിലൊക്കെ തന്നെ ഉൾപ്പെടുത്തണം കേട്ടോ. ഇനി ഞങ്ങളപ്പാവിൻ്റെ അസുഖമൊക്കെ പെട്ടെന്ന് മാറാൻ വേണ്ടിയിട്ടൊക്കെ. അപ്പം നമുക്ക് കറി റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മളെ കറി ഏകദേശം വെന്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിനേക്ക് കുറച്ച് തേങ്ങ ചിരവി വെച്ചിട്ടുണ്ട്. തേങ്ങയും എനിക്ക് നല്ല ജീരകം ഇട്ട് കൊടുത്തു, ചെറിയ ഉള്ളിയും വെളുത്തുള്ളി ഇട്ടിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കറി എന്തൊക്കെയാണ് നോക്കട്ടോ. അപ്പോൾ ഇപ്പോൾ കുമ്പളങ്ങയൊക്കെ വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാനിതിങ്ങനെ ഒന്ന് ഉടച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ, ചെറുതായിട്ട് ആ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഉടച്ചു കൊടുത്തു. പിന്നെ അതിലേക്ക് കുറച്ച് പുളിവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾ പുളിക്ക് തൈരാണ് ചേർക്കണമെന്നുണ്ടെങ്കിൽ തേങ്ങയൊക്കെ അരച്ചിട്ട് ലാസ്റ്റ് ചേർത്താൽ മതി കേട്ടോ, അല്ലെങ്കിൽ കറി പിരിയും. അപ്പോൾ ഞാൻ പുളിവെള്ളം ഒഴിച്ചതുകൊണ്ടാണ് ഈ ഒരു സമയത്ത് ഒഴിച്ചു കൊടുത്തത്. പിന്നെ ഒരു 1.5 സ്പൂൺ അരിപ്പൊടി എടുത്തിട്ട് ഒരു ബൗൾക്ക് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തിട്ട് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കറി നല്ല കുറുകിയിട്ട് കാണാനും നല്ലൊരു ഭംഗിയാണ്. ഓവറാവരുത് പൊടി, കുറച്ച് മതി, ഒരു 1.5 സ്പൂൺ കേട്ടോ ഞാൻ ഇപ്പോൾ എടുത്തത്. എന്നിട്ട് ഒന്നിങ്ങനെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ അതിങ്ങനെ കുറുകി വരും. ആ പൊടി വേവുമ്പോൾ കറി ഒന്ന് കുറുകും ചെയ്യും. പിന്നെ നമ്മൾ തേങ്ങ അരച്ച് വെച്ചല്ലോ, നല്ല ജീരകവും ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ കൂട്ടിയിട്ട് ആ ഒരു തേങ്ങ അരച്ച് അരപ്പോയി ഒഴിച്ചു കൊടുത്തു. ഇനി അതേപോലെ കറി തിളക്കാനൊക്കെ ഇതേപോലെ ഇളക്കി കൊടുക്കുക. പിന്നെ മൺചട്ടിയല്ലേ, പെട്ടെന്ന് തിളക്കും. തിളച്ച് കഴിഞ്ഞാൽ കറി കാണാനും ഒരു ഭംഗി ഉണ്ടാവില്ല, ഒരു പിരിഞ്ഞ പോലെ ഉണ്ടാവും. അപ്പോൾ അതേപോലെ ഒന്ന് കൈവിടാതെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ ഒന്നിങ്ങനെ തുളുമ്പി വരുമല്ലോ, തിളക്കാനായി ഇങ്ങനെ വരുമല്ലോ, ആ ഒരു സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. പിന്നെ ഉപ്പൊക്കെ ചെക്ക് ചെയ്തിട്ട് ഉപ്പൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിതിലേക്ക് ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഉപ്പ് കുറവുണ്ടതിന്. ഇപ്പോൾ കണ്ടോ, ഈ ഒരു കറി കാണാനും നല്ലൊരു ഭംഗിയാണ്. അങ്ങനെ ആ ഒരു പിരിഞ്ഞ പോലെ ഉണ്ടാവില്ല, നല്ലോണം തിളക്കാതെ നിന്നാൽ കേട്ടോ. എന്നാൽ തേങ്ങ കുക്കാവും വേണം. കുക്കാവണമെങ്കിൽ ഇതേപോലെ ഇങ്ങനെ കൈവിടാതെ ഇളക്കി കൊടുക്കുക. അപ്പം കറി ഞാൻ അടുപ്പത്തുനിന്ന് വാങ്ങി വെച്ചിട്ട് ഒന്ന് വറവിട്ടെടുത്തു. വെളിച്ചെണ്ണയിൽ ഉലുവയും കടുകും പൊട്ടിച്ചെടുത്തു. പിന്നെ വറ്റൽമുളകും കറിവേപ്പിൻ്റെ ഇല അതും ഇട്ട് കൊടുത്തു. ഇനി നമുക്കിത് കുറച്ച് നേരം ഒന്ന് അടച്ച് വെക്കാം കേട്ടോ. ഞാൻ ഒന്ന് മിക്സ് ചെയ്തിട്ടാണ് അടച്ച് വെച്ചത്. അപ്പോൾ ഈ ഒരു കടുകിൻ്റെയും ഉലുവൻ്റെയൊക്കെ ഫ്ലേവർ നല്ലോണം കറിക്ക് ഇറങ്ങിക്കോളും. ആ ഒരു ചൂടുള്ള വെളിച്ചെണ്ണ ആകുമ്പോൾ തന്നെ ഇതിങ്ങനെ അടച്ച് വെച്ചാൽ. അപ്പോൾ കുറേ ദിവസം മുന്നേ ഞാനൊരു കുമ്പളങ്ങ വെച്ചിട്ടൊരു മോര് കറി ഉണ്ടാക്കിയപ്പോൾ പുളി പിഴിഞ്ഞ് ഒഴിക്കണത് കണ്ടിട്ട് കമൻറ്റ് ബോക്സിൽ ഇങ്ങനെ പറഞ്ഞിനി, ഞങ്ങൾ ഇതുപോലെ പുളി പിഴിഞ്ഞിട്ട് മോര് കറി ഉണ്ടാക്കിയിട്ടില്ല എന്ന് പറഞ്ഞിനി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ റെസിപ്പി കാണിച്ചത്. പിന്നെ ഇതിൻ്റെ ഇടയിൽ കുട്ടികൾ ചിക്കനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചിക്കനൊക്കെ ഇപ്പോഴത്തെ ആവശ്യത്തിനുള്ളതെടുത്ത് മുറിച്ച് കഴുകി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ളത് ഞാൻ ഫ്രിഡ്ജിലും വെച്ചിട്ടുണ്ട്. ഞാൻ ചിക്കനും ബീഫൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ചിക്കനും ബീഫും മീനൊക്കെ ആണെങ്കിലും കേട്ടോ കുറേ ഉണ്ടെങ്കിൽ കുറച്ച് എടുത്ത് വെക്കും. പിറ്റത്തെ ദിവസം എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഒക്കെ കൂടെ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒക്കെ കൂടെ കഴിക്കൂല. പിന്നെ വെറുതെ വേസ്റ്റ് ആക്കും. വേസ്റ്റ് ഒന്നും ആവില്ല ചിക്കൻ ആകുമ്പോൾ, ചിക്കൻ മക്കൾ കഴിക്കും, എന്നാലും ആവശ്യത്തിന് മതിയല്ലോ. പിന്നെ ഇതിലേക്ക് ഞാൻ മസാലപ്പൊടികളായിട്ട് ചേർത്ത് കൊടുത്തത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു, കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു, ഒരു 1.5 സ്പൂൺ അരിപ്പൊടിയും ചേർത്ത് കൊടുത്തു. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി
പേസ്റ്റും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു കോഴിമുട്ട ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതേപോലെ നല്ലോണം നമുക്ക് മിക്സ് ആക്കി കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. സുർക്കയും ചേർത്തിട്ടുണ്ട് കേട്ടോ. സുർക്ക നാരങ്ങനീരോ എന്തെങ്കിലുമൊക്കെ പുളിക്ക് വേണ്ടിയിട്ട് ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇനി നമ്മൾ കഴുകി വെച്ച ചിക്കനും ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല അടിപൊളി മസാലയാണ് കേട്ടോ ഇത്. ഇനി ലാസ്റ്റായിട്ട് കുറച്ച് ടൊമാറ്റോ സോസും കൂടെ ഞാൻ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു മധുരേ എരിവും പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യും കേട്ടോ. ഈ ടൊമാറ്റോ സോസ് മധുരം ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ ചേർക്കുമ്പോൾ ആ എരിവും പുളിയൊക്കെ ഒന്ന് ബാലൻസ് ആവും. നല്ല ടേസ്റ്റുമാണ്. പിന്നെ നമ്മളെ ഇരുമ്പിൻ്റെ ചട്ടി ഉണ്ടല്ലോ, അത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ അങ്ങനെ ഓവറായിട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കലില്ല. കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുള്ളൂ. അതിലിട്ടിട്ട് നമുക്ക് 2 പ്രാവശ്യമാക്കി ഇട്ടിട്ട് അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ ചിക്കനൊക്കെ ഫ്രൈ ചെയ്യുമ്പോഴേ കോൺഫ്ലവർ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അരിപ്പൊടി ഉണ്ടെങ്കിൽ അരിപ്പൊടി ചേർത്താൽ മതി. ഞാൻ അധികം അരിപ്പൊടി തന്നെ കേട്ടോ ചേർക്കൽ. കോൺഫ്ലവർ ഉണ്ടെങ്കിൽ ചേർക്കും, ഇല്ലെങ്കിൽ അരിപ്പൊടി ഉണ്ടെങ്കിൽ അരിപ്പൊടി ചേർക്കും. അപ്പോൾ ഈ ഒരു ചട്ടിയിലാകുമ്പോൾ എളുപ്പത്തിൽ മൊരിഞ്ഞ് കിട്ടുകയും ചെയ്യും. അങ്ങനെ ഒരുപാട് ഓയിലിൻ്റെ ആവശ്യമില്ല. പിന്നെ ചിക്കൻ നമ്മൾ ചൂടായ എണ്ണയ്ക്കിട്ട് അപ്പം തന്നെ തിരിച്ചിട്ട് കൊടുക്കരുത്. അങ്ങനെ ആകുമ്പോഴാണ് അതിൻ്റെ ആ മസാലയൊക്കെ ആ എണ്ണയിൽ കൂടെ അങ്ങോട്ട് കലരുക. മസാലയൊക്കെ ഒന്ന് പിടിച്ചിട്ട് ഇളക്കി കൊടുത്താൽ മതി, മിക്സ് ചെയ്തെടുത്താൽ മതി. ഇതേപോലെ തിരിച്ചിട്ടൊക്കെ കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ കുറച്ച് കറിവേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതായിട്ടുണ്ട്. 2 വശവും മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു പാത്രത്തേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റ് ആട്ടോ. നമ്മൾ അത്യാവശ്യം നല്ലോണം മസാല ഇട്ടതുകൊണ്ട് അതിൻ്റെ ഒരു പൊട്ടും പൊടിയും കൂട്ടിയിട്ട് തന്നെ ചോറ് കുഴച്ച് കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇനി ഒരു ട്രിപ്പിനുള്ളതും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതും ഞാൻ ആ എണ്ണയ്ക്ക് തന്നെ ഇട്ട് കൊടുത്തുകൊണ്ട് അതും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ചോറും കൂട്ടാനൊക്കെ ഇതൊക്കെ തന്നെയാണ് കേട്ടോ. ചിക്കൻ ഫ്രൈ അടിപൊളിയാണ്. മുട്ടൊക്കെ ചേർത്തുകൊണ്ട് നല്ല ടേസ്റ്റാണ്. എന്തായാലും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ട്. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല റീച്ചും കാര്യങ്ങളും നമുക്കിപ്പോൾ വീഡിയോക്ക് കിട്ടലുണ്ട്. ഷോർട്സ് വീഡിയോ ഒക്കെ അത്യാവശ്യം നല്ലോണം കയറി പോവലുണ്ട്. അതിലൊക്കെ നല്ല നല്ല കമൻസും കാര്യങ്ങളൊക്കെ വരലുണ്ട്. ഇപ്പം ഒരുപാട് കമൻസ് വരുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഇങ്ങനെ തറവാട്ടിലൊക്കെ ആയതുകൊണ്ട് അവിടെ റേഞ്ച് കുറവാണ്. മറ്റേത് ഞാൻ എപ്പോഴേലൊക്കെ വീട്ടിലാവുമ്പം ഒഴിവുള്ള സമയത്തൊക്കെ കമൻസിന് റിപ്ലൈ തരാൻ നോക്കലുണ്ട്. അവിടെ ഇങ്ങനെ വട്ടം കറങ്ങിക്കൊണ്ടാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ശരിക്കും അങ്ങോട്ട് റിപ്ലൈ തരാനൊന്നും കഴിയൂല. അതുകൊണ്ടൊക്കെയാണ്. അപ്പോൾ എന്തായാലും ഞാൻ കമൻസിന് റിപ്ലൈ തരുന്നില്ല എന്ന് വിചാരിച്ചിട്ട് കമൻസ് ഇടാതെ നിൽക്കരുത്. എൻ്റെ ഒഴിവിനനുസരിച്ചിട്ട് ഞാൻ കമൻസിനൊക്കെ റിപ്ലൈ തരും കേട്ടോ. അപ്പം അടുത്ത പ്രാവശ്യത്തെ ഗിവ് അവേ വിന്നർ ആരാണെന്ന് അറിയില്ല, നമുക്ക് നോക്കാം. അപ്പോൾ പഴയ വീഡിയോസൊക്കെ നിങ്ങൾ കണ്ട് കമൻറ്റ് ഇടുകയാണെന്നുണ്ടെങ്കിൽ ടോപ്പ് കമൻറ്റിൽ വരുന്ന ആൾക്കാർക്ക് ഞാൻ പിന്നെ ഗിവ് അവേ ഗിഫ്റ്റ് അയച്ചു കൊടുക്കും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ചോറും കൂട്ടാനൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ചോറ് വിളമ്പിയിട്ടുണ്ട്. ഞാനൊരു പാത്രത്തേക്ക് കുറച്ച് കുമ്പളങ്ങ കറി ഒഴിച്ചു കൊടുത്തു. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത ചിക്കൻ ഉണ്ടല്ലോ, ചിക്കനും ഇട്ട് കൊടുത്തു. അപ്പം ഇതന്നെയാണ് കേട്ടോ ഇന്നത്തെ ചോറിനുള്ള കൂട്ടാൻ. ഒരു പപ്പടം കൂടെ ഉണ്ടെങ്കിൽ പൊളിച്ചീനി, പപ്പടമല്ലേ ഇനി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.